പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സജീവമായി തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ അവലോകനം ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് വളരെ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അന്ന് ഈ യുവതീ പ്രവേശന വിധിയുടെ മറ പറ്റിക്കൊണ്ട് പുണ്യപരിപാവനമായ ശബരീശന്റെ സന്നിധി തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്നത്തെ പിണറായി സർക്കാരും ചില സംഘടനകളും മറ്റു ചില തൽപര കക്ഷികളും ഒരുമ്പിട്ടിറങ്ങിയപ്പോൾ അതിനെ നഖശികാന്തം എതിർത്ത ഭക്തജനങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്ന ഒരേ ഒരു മാധ്യമ സ്ഥാപനമാണ് അത് ജനം TV മാത്രമാണ്. അന്ന് ഞങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസികളുടെ കാര്യത്തിൽ, ഭക്തരുടെ കാര്യത്തിൽ, ഭഗവാന്റെ കാര്യത്തിൽ, ശബരീശന്റെ കാര്യത്തിൽ അവിശ്വാസികൾക്ക് എന്ത് കാര്യം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതേ ചോദ്യം ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശക്തമായി തന്നെ ചോദിച്ചിരിക്കുകയാണ്. അവിശ്വാസികൾക്ക് എന്താണ് ഇതിൽ കാര്യമെന്ന്. 2006 തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനൊരു ഹർജി വന്നപ്പോൾ തന്നെ അത് അപ്പാടെ തള്ളേണ്ടതായിരുന്നില്ലേ എന്ന നിർണായകമായ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്നാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ചില പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. നന്ദൻ, ഏറെ പ്രതീക്ഷാ നിർഭരമായ ആശ്വാസകരമായ ചില പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിച്ചത്? ശ്യാം, 2018 സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഈ കേസിനെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജികൾ പരിഗണിക്കുന്നത് 9 അംഗ ബെഞ്ചാണ്. ഈ 9 അംഗ ബെഞ്ച് പ്രധാനമായും പരിഗണിക്കുന്ന 7 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത്, ഒരു മതവിഭാഗത്തിൽ പെടാത്ത വ്യക്തിക്ക് ആ മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ ചോദ്യം ചെയ്ത് പൊതു താൽപര്യ ഹർജി നൽകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്ന 9 അംഗ ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജി BV നാഗരത്ന വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയാതെ സൂചിപ്പിക്കുന്നത്, ശബരിമലയിലെ ആചാരങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ആദ്യ ഹർജിക്കാർ, അതായത് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ, അവർ അയ്യപ്പ വിശ്വാസികളല്ല എന്ന വസ്തുതയാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധമില്ലാത്തവർ നൽകുന്ന ഇത്തരം ഹർജികൾ പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ള അത് പരിശോധിക്കണമെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ ആ മതവിഭാഗത്തിൽ വിശ്വസിക്കാത്തവർ ഇടപെടുന്നത് ശരിയാണോ എന്ന ചോദ്യം ജസ്റ്റിസ് BV നാഗരത്ന ഉന്നയിച്ചിട്ടുണ്ട്. അവിശ്വാസികളുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് കോടതി എന്തിനിടം നൽകണമെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചോദിക്കുകയുണ്ടായി. ശബരിമലയിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ ഏതെങ്കിലും യഥാർത്ഥ വിശ്വാസി കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും നാഗരത്ന ആരാഞ്ഞു. ആ സമയം തന്നെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് യുവതീ പ്രവേശന വിധി ഒരുപക്ഷെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം അങ്ങനെ ബഹുമാനപ്പെട്ട നീതിപീഠം അങ്ങനെ ഒരു തീർപ്പിലേക്ക് വന്നത്. പക്ഷെ അപ്പോഴും സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ അങ്ങോട്ട് പ്രവേശിക്കണമെന്ന് ആ വിധിയിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. പക്ഷേ അത് മറപറ്റിക്കൊണ്ട് അവിടേക്ക് വന്നത് ആരാണ്? ഈ അവിശ്വാസികൾ, ആക്ടിവിസ്റ്റുകളാണ്. ഈ രഹന ഫാത്തിമയെ പോലെയുള്ള ഈ പറയുന്ന ആളുകൾ, കനകദുർഗ, ബിന്ദു അമ്മിണി പോലെയുള്ള ആളുകളൊക്കെ ഇവരൊക്കെ വിശ്വാസികളാണ്. ഇവരാണ് അവിടെ കയറി ചരിത്രം ഇതാ പിറന്നിരിക്കുന്നു, നവോത്ഥാനം പിറന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് CPM-ഉം മറ്റു പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉറഞ്ഞ് സന്തോഷിച്ച തുള്ളിയൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നും ജനം TVയും ഭക്തരും ഒക്കെ ചോദിച്ചതാണ് അവിശ്വാസികൾക്ക് ഇവിടെ എന്താണ് കാര്യമെന്ന്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ചോദിക്കുമ്പോൾ അത് പലർക്കുമുള്ള തിരിച്ചടി കൂടിയല്ലേ? ശ്യാം, ഇത് പ്രധാനമായും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയതും അത് തന്നെയാണ്. അതായത് 2018 5 അംഗ ബെഞ്ചിന്റെ വിധി അതൊരു തെറ്റിദ്ധാരണകമായ ഒരു വിധിയായിരുന്നു, അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിധിയായിരുന്നു എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 17 അയിത്തം എന്ന് പറയുന്ന വിഭാഗത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു അയിത്തമായി കൽപ്പിച്ചുകൊണ്ടാണ് അൺടച്ചബിലിറ്റി ഒഴിവാക്കാൻ ആർട്ടിക്കിൾ 17 പരിശോധിച്ചുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി അത്തരം ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത് എന്നുള്ളതായിരുന്നു സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ അൺടച്ചബിലിറ്റി ഇല്ല, അതായത് അയിത്തമില്ല. ആർട്ടിക്കിൾ 17 ഇവിടെ പ്രായോഗികമല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതല്ല ഇവിടെ പ്രയോഗിക്കേണ്ടത്. മറിച്ച് ആർട്ടിക്കിൾ 25 മതവിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും ശ്യാം ചൂണ്ടിക്കാണിച്ച പോലെ ഇന്നിപ്പോൾ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ തന്നെ ജനം TV ചോദിച്ചതാണ്. അവിടെ എത്തിയ ഭൂരിഭാഗം, അല്ലെങ്കിൽ അവിടെ എത്തിയ മുഴുവൻ ആൾക്കാരും ഇതേ ചോദ്യം തന്നെ ചോദിച്ചതാണ്. അവിശ്വാസികൾക്ക് എന്താണ് ഈ ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
കാര്യമെന്നുള്ള ചോദ്യം ചോദിച്ചതാണ്. ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ എത്തിയ ബിന്ദു അമ്മിണിയായാലും കനകദുർഗയാണേലും ആരും തന്നെ ഈ വിശ്വാസി എന്നുള്ള വിഭാഗത്തിൽ പെടാത്തവരാണ്. ഇപ്പോൾ സുപ്രീം കോടതി അത് തന്നെയാണ് ചോദിച്ചത്. സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം അത് ഏറെ നിർണായകമാകും. അതായത് മതപരമായ കാര്യങ്ങളിൽ കോടതികൾ ഇടപെടുമ്പോൾ ഹർജിക്കാരന്റെ വിശ്വാസവും താല്പര്യവും എത്രത്തോളം പരിഗണിക്കണമെന്നൊരു വലിയ ഭരണഘടനാ ചർച്ചയ്ക്കാണ് ജസ്റ്റിസ് നാഗരത്ന തുടക്കമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 2018 ശബരിമല വിധിക്കെതിരെയുള്ള പുനഃപരിശോധന ഹർജികൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതി ജഡ്ജി തന്നെ ഇത്തരം ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ കോടതി തീരുമാനങ്ങളിൽ ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്യാം, യെസ്, അന്ന് കൃത്യമായി തന്നെ ഭക്തർക്കൊപ്പം അടിയുറച്ചു നിന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ BJPയും സംഘപരിവാറും മാത്രമാണ്. ബാക്കി പലരും കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഇടപെടലുകൾ അന്നും ഇന്നും ഉണ്ടായത് എന്ന് നമുക്കൊരു പാഠ്യവിഷയമാണ്, ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്.